ഏത് തരത്തിലുള്ള റോളുകളും ചെയ്യാൻ കഴിയുന്ന അഭിനേതാക്കൾ, അതാണ് മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത. കോമഡി, സെന്റി, ക്യാരക്ടർ റോളുകൾ ഒരേപോലെ വഴങ്ങുന്ന നിരവധി താരങ്ങൾ മലയാളത്തിൽ വന്നു പോയിട്ടുണ്ട്. സിനിമകളിലെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ പേരെടുത്തവരും നിരവധിയാണ്. ഇതേ വില്ലന്മാർ കരിയറിന്റെ ഒരു ഘട്ടത്തിൽ കോമഡി റോളുകളിലേക്ക് എത്തുകയും വളരെ മനോഹരമായി തങ്ങളുടെ റോളുകൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വില്ലൻ റോളുകളിലെത്തി പിന്നീട് കരിയറിന്റെ ഒരു ഘട്ടത്തിൽ കോമഡി റോളുകളിലേക്ക് മാറിയ 5 മലയാള നടന്മാരെ പരിചയപ്പെടാം. അഭിനയത്തിന് മുമ്പ് വിവിധ ജോലികൾ ചെയ്തിരുന്ന ജനാർദ്ദനൻ കുടുംബാസൂത്രണത്തെ പറ്റി നിർമ്മിച്ച പ്രതിസന്ധി എന്ന ഡോക്യുമെന്ററിയിൽ നാഷണൽ സാമ്പിൾ സർവേയിലെ ഉദ്യോഗസ്ഥനായി അഭിനയിച്ചാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. പിന്നീട് 1977 അടൂർ ഭാസി സംവിധാനം ചെയ്ത അച്ചാരം അമ്മിണി ഓഷാരമോമന എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ അഭിനയ രംഗത്തേക്ക് അദ്ദേഹം എത്തുന്നത്. PN മേനോൻ സംവിധാനം ചെയ്ത ഗായത്രിയിലെ മഹാദേവൻ എന്ന കഥാപാത്രമാണ് കരിയറിൽ ജനാർദ്ദനന് ബ്രേക്ക് ആവുന്നത്. പിന്നീട് നിരവധി സിനിമകളിൽ വില്ലനായി എത്തിയ ജനാർദ്ദനൻ 1987 പുറത്തിറങ്ങിയ CBI സീരീസിലെ ആദ്യ ചിത്രമായ ഒരു CBI ഡയറി കുറിപ്പിലൂടെയാണ് കോമഡി റോളിലേക്ക് ചുവടുവെക്കുന്നത്. തുടർന്നങ്ങോട്ട് നിരവധി കോമഡി കഥാപാത്രങ്ങളെ അദ്ദേഹത്തിന് ലഭിച്ചു. ജനാർദ്ദനന്റെ എക്കാലത്തെയും ഹിറ്റ് കഥാപാത്രമാണ് മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ ഗർവാസി സാഷാൻ. കഥാനായകൻ എന്ന ചിത്രത്തിൽ ആദ്യമായി സിനിമയിൽ അദ്ദേഹം ഗാനം ആലപിക്കുകയും ചെയ്തു. നാടകത്തിൽ നിന്ന് സിനിമയിലെത്തിയ രാജൻ ബി ദേവ് സഞ്ചാരി എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. മോഹൻലാൽ ചിത്രമായ ഇന്ദ്രജാലത്തിലെ വില്ലൻ കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ബ്രേക്ക് ആവുന്നത്. പിന്നീട് വില്ലൻ, കോമഡി കഥാപാത്രങ്ങൾ ഇടകലർത്തി അദ്ദേഹത്തിന് ലഭിച്ചു. കമ്മീഷണർ, ക്രൈം ഫയൽ പോലുള്ള സിനിമയിൽ ഒരേ സമയം വില്ലനായും അതേസമയം കോമഡിയും ചെയ്ത് അദ്ദേഹം തിളങ്ങി. ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിലെ മുഴുക്കുടിയന്റെ റോളിൽ അദ്ദേഹം തിളങ്ങിയിരുന്നു. ഈ പട്ടണത്തിൽ ഭൂതം എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. മിമിക്രി കലാകാരനായി കലാജീവിതം ആരംഭിച്ച കൊച്ചിൻ ഹനീഫ 1970കളിലാണ് സിനിമയിലെത്തുന്നത്. അഴിമുഖമാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. വില്ലനായി തിളങ്ങിയ കൊച്ചിൻ ഹനീഫ പിന്നീട് തമിഴിൽ VMC ഹനീഫ എന്ന പേരിൽ സംവിധായകനും തിരക്കഥാകൃത്തുമായി തിളങ്ങി. ഇടവേളയ്ക്ക് ശേഷം അഭിനയ രംഗത്തേക്ക് തിരികെ എത്തിയ ശേഷമാണ് അദ്ദേഹം കോമഡി റോളിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. വില്ലൻ വേഷങ്ങളിൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ കരിയറിൽ കോമഡി വേഷങ്ങൾക്ക് ബ്രേക്ക് ആവുന്നത് കിരീടം സിനിമയിലെ ഹൈദ്രോസ് കഥാപാത്രമാണ്. 2010 അഭിനയിച്ച ബോഡിഗാർഡാണ് കൊച്ചിൻ ഹനീഫയുടെ അവസാന ചിത്രം. 90കളിലെ ക്രൂരനായ വില്ലനായി തിളങ്ങിയ നടനാണ് ഭീമൻ രഘു. തിരുവനന്തപുരം എയർപോർട്ടിലെ SA ആയിരുന്ന രഘു പിന്നെയും പൂക്കുന്ന കാലം എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. തുടർന്ന് സംവിധായകൻ ഹസന്റെ സംവിധാനത്തിൽ ഭീമൻ എന്ന ചിത്രത്തിൽ നായകനായി അദ്ദേഹം അഭിനയിച്ചു. ഇതോടെയാണ് ഭീമൻ രഘു എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. നിരവധി ചിത്രങ്ങളിൽ വില്ലനായി തിളങ്ങിയ ഭീമൻ രഘു 1999 റിലീസ് ചെയ്ത ജെയിംസ് ബോണ്ട് എന്ന ചിത്രത്തിലാണ് ഒരു കോമഡി റോളിൽ എത്തുന്നത്. പിന്നീട് 2005 മോഹൻലാൽ നായകനായ നരൻ എന്ന ചിത്രത്തിലെ കീരിവാസു, മമ്മൂട്ടി നായകനായ രാജമാണിക്യം എന്ന ചിത്രത്തിലെ കിൻഡൽ വർക്കി എന്നീ കഥാപാത്രങ്ങളിലൂടെയാണ് ഹാസ്യവേഷങ്ങളിലേക്ക് തിരിഞ്ഞത്. പിന്നീട് റോമിയോ എന്ന ചിത്രത്തിൽ പൂർണ്ണ കോമഡി കഥാപാത്രമായി അദ്ദേഹം എത്തി. സീരിയലുകളിലും അദ്ദേഹം കഥാപാത്രങ്ങളെ ചെയ്തിരുന്നു. മലയാള സിനിമയിൽ വില്ലനായി എത്തി പിന്നീട് തിരക്കഥാകൃത്തും സംവിധായകനുമായി മാറി ഒടുവിൽ കോമഡി റോളുകളിൽ തിളങ്ങിയ നടനാണ് ബാബുരാജ്. 1993 റിലീസ് ചെയ്ത ഭീഷ്മാചാര്യ എന്ന ചലച്ചിത്രത്തിലൂടെയായിരുന്നു ബാബുരാജ് സിനിമയിലെത്തിയത്. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ വില്ലനായി അഭിനയിച്ച അദ്ദേഹം 2011 റിലീസ് ചെയ്ത സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ കുക്ക് ബാബു കഥാപാത്രത്തിലൂടെയാണ് കോമഡി റോളുകളിലേക്ക് എത്തുന്നത്. കുദാശ എന്ന ചിത്രത്തിലെ ബാബുരാജിന്റെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2020 പുറത്തിറങ്ങിയ ജോജിയിലെ കഥാപാത്രങ്ങളിലൂടെ ക്യാരക്ടർ റോളിലും തനിക്ക് തിളങ്ങാനാവുമെന്ന് അദ്ദേഹം തെളിയിച്ചു.